സഹപാഠികളുടെ നായ്ക്കുരണപ്പൊടി പ്രയോഗത്തിൽ ദുരിതത്തിലായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് സ്കൂളിലെ 6 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കുമെതിരെയാണ് ഇൻഫോപാർക്ക് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസ് അട്ടിമറിക്കാൻ സ്കൂളും പോലീസും ശ്രമിക്കുകയാണെന്ന പെൺകുട്ടിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. എന്നെ നിർബന്ധിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണ പോലെ ഞാൻ പറയണ ആ മൊഴിയിലൊന്നും എഴുതിയിട്ട് പോലുമില്ല. എന്നെ ഭീഷണിപ്പെടുത്തി അത് വായിച്ച് നോക്കി എഴുതണം എന്നൊക്കെ പറഞ്ഞു. വായിച്ച് നോക്കാൻ പോലും അവർ തന്നില്ല. നീ വായിച്ച് നോക്കി എന്നുള്ള രീതിയിലാക്കി എഴുതിക്കോ എന്നുള്ള രീതിയിലായിരുന്നു. സാറിനെ പോക്കലും സപ്പോർട്ടായിരുന്നു. ആദ്യം മൊഴിയെടുക്കാനെത്തിയ ഇൻഫോപാർക്ക് പോലീസിന്റെ നടപടിക്കെതിരെ പെൺകുട്ടി തുറന്നടിച്ചതോടെയാണ് പോലീസ് നടപടികൾ വേഗത്തിലാക്കിയത്. സംഭവത്തിൽ 6 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കുമെതിരെയാണ് ഇൻഫോപാർക്ക് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസെടുക്കുന്നതിന് മുന്നോടിയായി ഇന്നലെ പെൺകുട്ടിയുടെ മൊഴി വിശദമായി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കടക്കം കുടുംബം പരാതി നൽകിയിരുന്നു. നായ്ക്കുരണപ്പൊടി പ്രയോഗത്തിൽ ശരീരമാസകലം പൊള്ളിയ വിദ്യാർത്ഥിനി 5 ദിവസത്തോളം കാക്കനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തുടർന്നും വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രികൾ കയറി ഇറങ്ങുകയാണ് കുടുംബം. ശരീരമാസകലം പൊള്ളിയ പെൺകുട്ടിയെ ശുചിമുറിയിൽ 1 മണിക്കൂറിലധികം വിവസ്ത്രയാക്കി നിർത്തിയെന്നും ഇതിന് പിന്നിൽ ചില അധ്യാപകരാണെന്നും കുടുംബം ആരോപിച്ചിരുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.